അപ്പോൾ ഇനി നമ്മുടെ പൊള്ളൽ കുട്ടിച്ചൂര എന്നൊക്കെ അറിയപ്പെടുന്ന ആ മീനിന് പിടിക്കുന്ന നമ്മുടെ മായക്ക എന്നുള്ള സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചേട്ടാ അതിൽ തീറ്റ ഒന്നും ഇടത്തില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർക്ക് കുട്ടിച്ചൂര ഉണ്ടായിരുന്നു. എത്ര കുട്ടിച്ചൂര ഉണ്ടായിരുന്നു? 600 എണ്ണം അല്ലേ? അപ്പോൾ ഇവർ ഈ കിട്ടുന്ന ഒരു സംഭവം കണ്ടല്ലോ, ഇതാണ് മായക്ക എന്നുള്ള സംഭവം. അപ്പോൾ ഇത് എത്ര ചൂണ്ട മായക്ക? 20 ചൂണ്ട മായക്ക. 20 ചൂണ്ട മായക്കാണ് ഒരാൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. സെൽവര, ഇത് എത്ര അടി നീളം? എങ്ങനെ അളവ് എങ്ങനെ വരും? 1/2 മീറ്റർ അല്ലേ? 1/2 മീറ്റർ അടുപ്പിച്ചിട്ടാണ് ഇവർ ഓരോ ചൂണ്ട കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേൻ എന്ത് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലേ നീ? പുള്ളി കെട്ടിയ മായക്ക കാണിച്ചു കൊടുത്തേ. ഇതാണ്, അതായത് ഒരു മായക്കയുടെ അവസാന രൂപം ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മിക്കയിൽ കിട്ടുന്നുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഇനിയും മായക്ക പണി എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർ സംശയമുള്ളവർ കണ്ടോളണം. ഇനി ചോദിക്കല്ലേ. ഇതുപോലെ മിനുക്കുകളാണ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള മിനുക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ചൂണ്ട കെട്ടിയെടുക്കുന്നത്. ഇതെങ്ങനെ ഒരു ചാണാണ്? എങ്ങനെ ഇതിൻ്റെ അളവ് കാണിച്ചു കൊടുത്ത്? ഒരു വിരലിൻ്റെ നീളം അല്ലേ? കണ്ടല്ലോ, ഇതുപോലെ ഒരു വിരലിൻ്റെ നീളത്തിലാണ് ആദ്യം ഇതുപോലെ ഒരു ചൂണ്ട കെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ മിക്കയിൽ കിട്ടുന്നത്. മിക്കയിൽ അത് കാണിച്ചു കൊടുത്ത് കണ്ടല്ലോ. അതായത് നിരയായിട്ട് ഓരോ അടി നീളത്തിലാണ് കെട്ടി വരുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇത് ഇവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊള്ളൽ മീൻ പിടിക്കാനാണ്. കണ്ടല്ലോ, ഓരോ അടി നീളത്തിലാണ് ഓരോ ചൂണ്ടയും കെട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം നമ്മുടെ കൂട്ടുകാർ കണ്ടാണ്. ആദ്യം ഇതാണ്, ആദ്യം ഇതിൻ്റെ മിനുക്ക്, അത് കഴിഞ്ഞ ഒരു ചൂണ്ട ഒരു വിരലിൻ്റെ നീളത്തിൽ ഓരോ ചൂണ്ടയും കെട്ടിയെടുക്കും. അതിന് ശേഷമാണ് നീളമുള്ള ഒരു റോളാണ്. ഈ നീളമുള്ള റോളിൽ കണ്ടല്ലോ ഓരോ അടി നീളത്തിലാണ് ഓരോ ചൂണ്ട വീതം കെട്ടുന്നത്. നിരയായിട്ട് കെട്ടിയിട്ടിരിപ്പുണ്ട്. അന്ന് നമ്മൾ കാണിച്ചു തന്ന മട്ടുപണിക്ക് എങ്ങനെയാണ് ചൂണ്ട കിട്ടുന്ന ആ രീതി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടിച്ചൂരയ്ക്കുള്ളതാണ്. അപ്പോൾ ഓരോ സാധനത്തിനും ഓരോ മീൻ പിടിക്കാനും വ്യത്യസ്തമായ രീതിക്കാണ് ഓരോ മായക്ക കെട്ടിയെടുക്കുന്നത്. നമ്മുടെ ഈ അയിലയും കണ്ണൻകൊടികളൊക്കെ പിടിക്കാനായിട്ട് എങ്ങനെയാണ് കെട്ടുന്നത്? ഈ മോഡൽ തന്നെ അല്ലേ? മിനുക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ചൂണ്ട വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ എത്ര നമ്പർ ചൂണ്ട? 13 നമ്പർ ചൂണ്ട. റോൾ എത്ര? 50ൻ്റെ റോൾ അല്ലേ? 50ൻ്റെ റോളാണ്. കേട്ടല്ലോ, കണ്ണൻകൊടിയാളയ്ക്ക് 15ൻ്റെ ചൂണ്ടയും 40ൻ്റെ റോളുമാണ്. അപ്പം ഇങ്ങനെയാണ് മായക്ക കെട്ടിയെടുക്കുന്നത്. ഇനി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉൾക്കടലിൽ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുന്ന സ്റ്റൈന് പറഞ്ഞ് എങ്ങനെ ചെയ്യുന്ന? ഉൾക്കടലിൽ പോയാൽ ആദ്യം എന്ത് ചെയ്യും? ഈ മായക്ക എടുത്ത് ആദ്യം എന്ത് ചെയ്യും? ഊരി എടുത്തിട്ട് ആദ്യം ഇരുമ്പല് കെട്ടുന്നത്. ഇരുമ്പ് കെട്ടിയതിനു ശേഷം ഈ മായക്ക നമ്മൾ വലിയ റോളിൽ കെട്ടുമല്ല. ആ റോളിന്റെ വണ്ണം എത്ര വരും? 120 അല്ലേ? അപ്പോൾ ഇവർ പറയുന്ന കാര്യം മനസ്സിലായല്ല. ഈ മായക്കയിലെ ഇവരാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുരുക്കുണ്ട് കണ്ടോ, അതുകൊണ്ട് ഈ കാണുന്നില്ലേ, ഇതിലാണ് ഇവർ ഓരോ ചൂണ്ടേനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉൾക്കടലിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഈ സെറ്റ് ചെയ്തെടുത്ത മായക്ക ഓരോ ചൂണ്ടയായിട്ട് വള്ളത്തിൻ്റെ സൈഡിലല്ലേ വയ്ക്കുന്നത് അല്ലേ? ഈ വള്ളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വരും ഓരോ ചൂണ്ടയായിട്ട് ഇവരിങ്ങനെ വച്ചു പോകും കേട്ടോ. വച്ചു പോയതിന് ശേഷമാണ് ദാണ്ട ഈ കാണുന്നുണ്ടോ, ഇതിലാണ് ഒരു ഇരുമ്പിടുന്നത്. ഇരുമ്പ് എത്ര വെയിറ്റ് വരും? 1 കിലോ ഇരുമ്പാണ് ഇടുന്നത് കേട്ടോ. ഇരുമ്പ് ഇട്ടതിന് ശേഷം ഈ മായക്കയുടെ എൻഡ് കാണിച്ചു കൊടുത്തേ, അറ്റം കണ്ടോ, ഈ അറ്റമാണ് ഇവർ പറഞ്ഞ നേരത്തെ 80ൻ്റെ റോളല്ലേ, അത് 120ൻ്റെ റോള് കേട്ടോ. കറക്കല്ലേ, ഇവിടെ ഒരു കറക്കും വരും കേട്ടോ. അതായത് ഇത് എങ്ങനെ കറങ്ങി പോവാതിരിക്കുക അല്ലേ? ചുരുക്ക് പൂട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇവർ നമ്മുടെ ഈ പറഞ്ഞ 120ൻ്റെ റോളിൽ ഈ മായക്ക സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിടുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഒരു ആക്ഷൻ കൂടെ കാണിക്കുമല്ല, മീൻ പിടിക്കാനായിട്ട് ഒരു ആക്ഷൻ എങ്ങനെ കാണിക്കുന്നത്? മായക്ക ആയുന്ന എങ്ങനെ സെൽവര കാണിച്ചു കൊടുത്തേ. ഇവർ മാറി പറയാം, കാണിച്ചു കൊടുത്ത് കണ്ടല്ലോ. അതായത് ഏറ്റവും അടിയിലല്ലേ, നിലത്തിലല്ലേ ഇടുന്നത്? നിലത്തിലിടത്തില്ല, 10 മാറ്. ഒരു 10 മാറ് താഴ്ചയിലാണ് ഈ മായക്ക ഇറക്കി വിടുന്നത്. അതിനുശേഷം മിക്കൽ ആക്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണിക്ക് വേഗം, വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ചൂണ്ട കെട്ടുന്ന ധൃതിയിൽ നിൽക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ മായക്ക എങ്ങനെയാണ് ആക്ഷൻ കാണിക്കുന്നത്. മായക്ക എങ്ങനെയാണ് ആക്ഷൻ കാണിക്കുന്നത്? ഇപ്പൊ ഈ കാണിക്കുന്ന ആക്ഷൻ എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു കേട്ടോ. ഇടും. അപ്പോൾ ഇതിന്റെ മിക്കയിൽ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഈ മായക്ക മുഴുവൻ വെള്ളത്തിൽ വിട്ടതിന് ശേഷം ഇവർ കൈ ആക്ഷൻ കാണിക്കും. ആക്ഷൻ കാണിക്കുമ്പോഴാണ് ഈ മിനുക്കുകൾ കിടന്ന് തിളങ്ങും കേട്ടോ.
ഈ മിനുക്കുകൾ കിടന്ന് തിളങ്ങിയതിന് ശേഷം മീനിന് മനസ്സിലാകും ഇത് അതിൻ്റെ തീറ്റയാണെന്ന ഉദ്ദേശത്തിലാണ് മീൻ കയറി പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹുക്കോ കാര്യങ്ങളൊന്നും ആവശ്യം വരത്തില്ല. അത് അടുത്ത മിക്കയിലൂടെ വന്നിട്ടുണ്ട്. ആ മൈക്കിൾ ആ എന്താ കാണിച്ചു തരാൻ പോവുകയാണ്. അതായത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ മൈക്കിലൂടെ കാണിച്ചു തരുന്ന ആ ഒരു ദൃശ്യം കൂടെ നമുക്ക് കാണാം. ആ ഇത് സംഭവം അവിടെ അടുക്കാനായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി മായക്ക പണി, അതുപോലെ വടക്ക് സൈഡിലൊക്കെ സബിക്ക എന്ന് പറയും കേട്ടോ. ഇതിനെ കടപ്പുറത്തുകാരാണ് മായക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ 2 കൂട്ടുകാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും ഒരു ഹായ് പറയൂ. ഓക്കെ.